ഹായ് വെൽക്കം ഓൾ ടു വിന്നേഴ്സ് ആൻഡ് ടെക് ഹബ് ക്ലാസ്സസ്. അപ്പോൾ നമ്മുടെ PYQ സീരീസിന്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ 2023 നടന്ന AE ഇറിഗേഷൻ എക്സാമിലെ ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ് ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളും അതിന്റെ കൺസെപ്റ്റ്സുകളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ AE ഇറിഗേഷൻ അതേപോലെ ഇൻസ്പെക്ടർ ഇൻ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് കോമൺ എക്സാമിൽ നടന്ന DMEയിലെ ക്വസ്റ്റ്യൻസുകളാണ്. നല്ല കുറച്ച് ചോദ്യങ്ങൾ അതിൽ ചോദിച്ചിരുന്നു. അപ്പോൾ അതിന്റെ കൺസെപ്റ്റുകളുമായി നമുക്ക് ഇന്നത്തെ സെഷൻ മുന്നോട്ട് പോവാം. സോ വൺസ് അഗൈൻ ഐ വെൽക്കം യു ഓൾ ടു ദ സെഷൻ. ഓക്കെ, so AE irrigation QP code 050/23 design of machine elements set 1. Question number 1 എന്താ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്ലച്ചിന്റെ ഡിസൈനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചോദ്യമായിരുന്നു വന്നത്. A single plate clutch having single side friction has outer and inner diameter as 100 mm and 40 mm respectively. അപ്പോൾ ഒരു സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിന്റെ ഔട്ടർ ഡയമീറ്റർ തന്നു 100 mm ആണ്. ഇന്നർ ഡയമീറ്റർ തന്നിട്ടുണ്ട് എത്രയാണ്? 40 mm. 100 mm 40 mm ആണ്. Assuming uniform pressure of 2 megapascal and coefficient of friction of the liner material is 0.4, then we need to find out the torque carrying capacity of the clutch. അല്ലേ, അപ്പോൾ ഇവിടെ യൂണിഫോം പ്രഷർ തന്നിട്ടുണ്ട് 2 megapascal ആണ്. അതേപോലെ ആ ഫ്രിക്ഷന്റെ ലൈനിങ് മെറ്റീരിയൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട് 0.4 ആണ്. നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് ടോർക്കാണ്. ടോർക്കിന്റെ വാല്യൂ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം, അല്ലെ? ടോർക്ക് ക്യാരിങ് കപ്പാസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ക്ലച്ചിന്റെ ഡിസൈനിൽ നമ്മൾ രണ്ട് കൺസെപ്റ്റുകൾ അവിടെ പറയുന്നുണ്ട്. നമ്മൾ ക്ലച്ച് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് യൂണിഫോം പ്രഷർ തിയറിയിലും അതേപോലെ തന്നെ യൂണിഫോം വിയർ തിയറിയിലും അങ്ങനെ രണ്ട് രീതിയിൽ നമ്മൾ ക്ലച്ചിന്റെ ഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ ക്ലച്ച് ന്യൂ ക്ലച്ച് ആണെങ്കിൽ നമ്മൾ എപ്പോഴും യൂണിഫോം പ്രഷർ തിയറിക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തത്. ഓൾഡ് ക്ലച്ചിന്റെ കേസിലാണ് നമ്മൾ യൂണിഫോം വിയർ തിയറിയിലേക്ക് പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ന്യൂ ക്ലച്ച് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ യൂണിഫോം പ്രഷർ തിയറി അപ്ലൈ ചെയ്യുക. ഓൾഡ് ക്ലച്ച് ആണെങ്കിൽ യൂണിഫോം വിയർ തിയറി നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ യൂണിഫോം പ്രഷർ എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് തന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? യൂണിഫോം പ്രഷർ തിയറി തന്നെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് യൂണിഫോം പ്രഷർ തിയറിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇക്വേഷൻ നമ്മൾ നോക്കണം. ടോർക്ക് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ക്ലച്ച് യൂണിഫോം പ്രഷർ തിയറി ആണെങ്കിൽ ഇക്വേഷൻ എന്താണ്? T is equal to 2/3 into mu W into R0 cube minus RI ആണ്. R0 cube minus RI cube by R0 square minus RI square. ഇനി യൂണിഫോം വിയർ തിയറി ആണ് എടുക്കുന്നതെങ്കിൽ ക്ലച്ചിന്റെ ഡിസൈനിലെ ടോർക്ക് ക്യാരിങ് കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? half mu W into R0 plus RI, where mu is the coefficient of friction, W എന്താണ്? applied load ആണ്, RI and R0 are the inner radius and outer radius. ഡേറ്റയൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ ചോദ്യത്തിൽ നമുക്ക് ഇന്നർ ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഔട്ടർ ഡയമീറ്റർ നമുക്ക് എത്രയാണ്? 100 mm പറഞ്ഞിട്ടുണ്ട്. ഇന്നർ ഡയമീറ്റർ നമുക്ക് 40 mm പറഞ്ഞിട്ടുണ്ട്. സോ ഡയമീറ്റർ ഉണ്ടായതുകൊണ്ട് ഈസി ആയിട്ട് തന്നെ നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാം. അതേപോലെ പ്രഷർ തന്നിരിക്കുന്നത് 2 മെഗാപാസ്കലും കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിരിക്കുന്നത് 0.41. പക്ഷെ നമ്മുടെ ചോദ്യത്തില് നമ്മുടെ ഇക്വേഷനിൽ ലോഡിലാണ് നമ്മുടെ ഇക്വേഷനുള്ളത്, അല്ലെ? നമുക്ക് തന്നിരിക്കുന്നത് പ്രഷറുമാണ്. അപ്പൊ നമുക്ക് ഇതിനെ ഇൻ ടേംസ് ഓഫ് പ്രഷറിലേക്ക് നമുക്കൊന്ന് മാറ്റാം. ഒന്ന് നോക്കേ എങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്ക് യൂണിഫോം പ്രഷർ തിയറി അല്ലേ എടുക്കണ്ടേ? ടി ഇക്വേഷൻ എന്താണ്? 2/3 mu W into R0 cube minus RI cube divided by R0 square minus RI square. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2/3 pi mu W into R0 cube minus RI cube divided by pi into R0 square minus RI square. ഓക്കെ അല്ലേ? ഞാൻ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ നോക്കേ, W ശ്രദ്ധിക്കുക, W by pi into R0 square minus RI square അല്ലെ? ലോഡ് ബൈ ഏരിയ. ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പ്രഷർ എന്ന് വിളിക്കാം. അപ്പൊ പിയുടെ വാല്യൂ ആണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 2 മെഗാപാസ്കൽ അല്ലെ? അപ്പൊ അത് റീപ്ലേസ് ചെയ്ത ടി ഇക്വേഷൻ എന്താ കിട്ടുന്നത്? 2/3 pi mu into W by pi into R0 square minus RI square നമുക്ക് പ്രഷർ P എന്ന് വിളിക്കാം. എന്താ റിമൈനിങ് ഉള്ളത്? R0 cube minus RI cube. ക്ലിയർ ആണോ? സോ ടോർക്കിന്റെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് പ്രഷറിൽ നമുക്ക് കിട്ടി. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ അത്രയും നല്ലതാണ്. ഇൻ ടേംസ് ഓഫ് ലോഡിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് ടോർക്ക് കണ്ടുപിടിക്കാം. അല്ല ഇതേപോലെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് പ്രഷർ തന്നിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ടോർക്കിലേക്ക് പോകാം. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2/3 into പൈയുടെ വാല്യൂ നമുക്കറിയാം 3.14 ആണ്. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്?
0.4 ഇൻറ്റു പ്രഷർ തന്നിരിക്കുന്നത് 2 മെഗാ പാസ്കൽ ആണ്. 1 മെഗാ പാസ്കൽ എന്ന് പറഞ്ഞാൽ 1 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്. നമുക്കറിയാം 1 മെഗാ പാസ്കൽ ഷുഡ് ബി ഈക്വൽ ടു 1 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ഞാൻ അതുകൊണ്ട് മെഗാ പാസ്കൽ തന്നെ കൊടുക്കുകയാണ്, 2 എന്ന് കൊടുക്കുന്നു ഇൻറ്റു ഔട്ടർ ഡയമീറ്റർ. ഔട്ടർ ഡയമീറ്റർ 100 mm ആണ് അല്ലേ? അപ്പോൾ ഔട്ടർ റേഡിയസ് എത്രയാണ് വരുന്നത്? 50 mm. ഞാൻ മില്ലിമീറ്ററിൽ തന്നെ കൊടുക്കുകയാണ്. ഇന്നർ ഡയമീറ്റർ 40 mm ആണ്. സോ ഇന്നർ റേഡിയസ് നമുക്ക് എത്ര കിട്ടും? 20 mm. സോ ഇവിടെ നമുക്ക് ഔട്ടർ റേഡിയസ് 50 mm ആണ്. സോ 50യുടെ ക്യൂബ് മൈനസ് ഇന്നർ റേഡിയസ് എത്രയാണ്? 20 mm. സോ 20യുടെ ക്യൂബ്. ഓക്കെ, ഇത് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഞാനിവിടെ പ്രഷർ കൊടുത്തത് മെഗാ പാസ്കൽ, അതായത് ന്യൂട്ടൺ പെർ mm സ്ക്വയറിലും ഇവിടെ റേഡിയസ് കൊടുക്കുന്നത് mm ലുമാണ്. സോ ഇത് സോൾവ് ചെയ്യുമ്പം നമുക്ക് ആൻസർ അപ്രോക്സിമേറ്റ്ലി 1,196,000 ന്യൂട്ടൺ മില്ലിമീറ്റർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? കാരണം നമ്മൾ പ്രഷർ കൊടുത്തത് മെഗാ പാസ്കൽ ആണ്. മെഗാ പാസ്കൽ മീൻസ് ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ന്യൂട്ടൺ മില്ലിമീറ്ററിലായിരിക്കും നമുക്ക് ടോർക്ക് കിട്ടുന്നത്. പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ ന്യൂട്ടൺ മീറ്ററിലാണ്. സോ മില്ലിമീറ്ററിന് മീറ്റർ ആക്കാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യും. സോ ആൻസർ നമുക്ക് എത്ര കിട്ടും? 196 ന്യൂട്ടൺ മീറ്റർ. ഓപ്ഷൻ സി ആണ് അവിടെ എന്ത്? റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി. ഓക്കെ, അപ്പോൾ കാൽക്കുലേഷൻ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. കാൽക്കുലേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. അപ്പോൾ ഇതേപോലെയുള്ള ചോദ്യങ്ങൾ ക്ലച്ചിന്റെ ഡിസൈനിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് വരാം. അപ്പോൾ അവിടെ ഈ രണ്ട് രീതിയിലുള്ള ചോദ്യങ്ങളാണ്, യൂണിഫോം പ്രഷർ തിയറി, യൂണിഫോം വിയർ തിയറി. ഇതേ ചോദ്യം തന്നെ യൂണിഫോം വിയർ തിയറിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ നമുക്ക് അവിടെ ലോഡ് തന്നിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോബ്ലം പ്രൊസീഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസുകളും നോട്ട് ചെയ്തിരിക്കുക. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഈ ഇക്വേഷന്റെ സഹായത്തോടെ എന്ത് ചെയ്യാം? പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ക്ലിയർ ആണ്. ഓപ്ഷൻ സി ആണ് അവിടെ എന്ത്? റൈറ്റ് ആൻസർ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ബെയറിംഗ് ടോപ്പിക്കിൽ നിന്നുള്ള ഒരു ചോദ്യമായിരുന്നു. ബെയറിംഗിന്റെ ലൈഫുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യവും കണ്ടിന്യൂസ് ആയിട്ട് PSC എക്സാമുകൾക്ക് കാണാറുള്ളതാണ്. സോ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കണം. ദ ലൈഫ് ഓഫ് ബോൾ ബെയറിംഗ് ഓഫ് എ ലോഡ് ഓഫ് 10 kN ഈസ് 8000 hours. If the life in hours, if the load is increased to 20 kN, keeping all the other conditions same. അതായത് ഒരു ബോൾ ബിയറിംഗിൽ 10 kN ലോഡാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ ബോൾ ബിയറിംഗിന്റെ ലൈഫ് 8000 hours ആണ്. അങ്ങനെയാണെങ്കിൽ ആ ലോഡ് 20 kN മാറിയാൽ ലൈഫ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം അല്ലെ? ബാക്കി എല്ലാ കണ്ടീഷനും നമ്മൾ എന്ത് ചെയ്യുക? കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുക അല്ലെ? അപ്പൊ നമുക്ക് നോർമലി ലൈഫ് ഓഫ് ബിയറിംഗിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് എന്ത്? L is equal to C by P the whole cube, where L is the life in bearing in hours and where P is the load applied. C constant ആണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് നമുക്ക് പറയാം life of bearing is directly proportional to 1 by P cube അല്ലേ? ബിയറിംഗ് ലൈഫ് എന്ന് പറയുന്നത് ലോഡിന്റെ ക്യൂബിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ലൈഫ് ഓഫ് ബിയറിംഗ്. സോ L is proportional to 1 by P cube. രണ്ട് കണ്ടീഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് L1 P1 cube should be equal to L2 P2 cube. L1 P1 cube should be equal to L2 P2 cube. ഇവിടെ നോക്കേ, ലൈഫ് L1 8000 hours ലൈഫ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡ് എത്രയാണ്? P1 10 kN ആണ്. അങ്ങനെയാണെങ്കിൽ L2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡ് എത്രയാണ്? 20 kN. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. L1 8000 ഇൻറ്റു 10ന്റെ ക്യൂബ് ഈക്വൽ ടു L2 ഇൻറ്റു 20യുടെ ക്യൂബ് അല്ലേ? സോ L2 is equal to 8000 into 10 by 20 the whole cube, which is equal to 8000 into 1 by 2 ന്റെ ക്യൂബ് എത്രയാണ്? 1 by 8 അല്ലേ? സോ ആൻസർ നമുക്ക് എത്ര കിട്ടും? 1000 hours എന്നുള്ളത് ആൻസർ കിട്ടും. ഓപ്ഷൻ എ ആണ് അവിടെ എന്ത്? റൈറ്റ് ആൻസർ. ക്ലിയർ ആയോ? അപ്പോൾ ലോഡിന്റെ ക്യൂബിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ലൈഫ് വേരി ചെയ്യുന്നത്. സോ L1 P1 ക്യൂബ് ഈസ് ഈക്വൽ ടു, ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് തവണ PSC എക്സാമിന് ഈ ഒരു കണ്ടീഷനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുണ്ട് റിപ്പീറ്റ് ആയിട്ട്. സോ കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. L1 P1 ക്യൂബ് ഷുഡ് ബി ഈക്വൽ ടു L2 P2 ക്യൂബ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ രണ്ട് ലൈഫുകൾ തന്നിട്ട് ഏതെങ്കിലും ഒരു ലോഡ് അൺനോൺ ആയിട്ടുള്ള രീതിയിലും ചോദ്യങ്ങൾ ഇനിയും എന്ത് ചെയ്യാം? റിപ്പീറ്റ് ചെയ്ത് വരാം. സോ ആ ഒരു കൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ക്ലിയർ ആണല്ലോ? സോ ഓപ്ഷൻ എ ആണ് അവിടെ എന്ത്? റൈറ്റ് ആൻസർ. ഓക്കെ ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. The outside diameter of hollow shaft is double the inside diameter. അപ്പോൾ ഷാഫ്റ്റിന്റെ ഡിസൈനുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ചോദ്യമാണ്. The outside diameter of hollow shaft is double the inside diameter അല്ലേ? അപ്പോൾ outside diameter inside diameterന്റെ ഡബിൾ ആണ് എന്ന് പറയുന്നുണ്ട്. The ratio of torque carrying capacity to that of solid shaft of the same material and same outside diameter. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് torque carrying capacity of hollow shaft to torque carrying capacity of solid shaft ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഈ സോളിഡ് ഷാഫ്റ്റിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഹോളോ ഷാഫ്റ്റിന്റെ ഔട്ട്സൈഡ് ഡയമീറ്ററിന് സെയിം ആണ്.
നമുക്ക് എടുത്ത ഹോളോ ഷാഫ്റ്റിന്റെ ഔട്ട്സൈഡ് ഡയമീറ്ററിന് ഈക്വൽ ആയിട്ടുള്ള ഡയമീറ്റർ ഉള്ള ഒരു സോളിഡ് ഷാഫ്റ്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മാത്രവുമല്ല ഈ രണ്ട് ഷാഫ്റ്റിന്റെയും മെറ്റീരിയൽ സെയിം ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടോർക്ക് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ഹോളോ ഷാഫ്റ്റ് ടു സോളിഡ് ഷാഫ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഏത് രീതിയിൽ സോൾവ് ചെയ്യാം? അപ്പൊ നമ്മൾ ടോർഷൻ ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. എന്താ ടോർഷൻ ഇക്വേഷൻ? ടോ ബൈ ആർ ഇസ് ഈക്വൽ ടു ടി ബൈ ജെ ഇസ് ഈക്വൽ ടു ജി തീറ്റ ബൈ എൽ. ഇതാണല്ലോ ടോർഷൻ ഇക്വേഷൻ. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അല്ലെ? ഇതിലെ ആദ്യ പാർട്ട് ഞാൻ എടുക്കുകയാണ്. ടോ ബൈ ആർ ഇസ് ഈക്വൽ ടു ടി ബൈ ജെ അല്ലെ? അപ്പൊ ഇതിൽ നിന്ന് എനിക്ക് ഷിയർ സ്ട്രെസ് ടോ ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? ടി ആർ ബൈ ജെ എന്ന് എഴുതാം. ഷിയർ സ്ട്രെസ് ടോ ഇസ് ഈക്വൽ ടു ടി ആർ ബൈ ജെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം രണ്ടും സെയിം മെറ്റീരിയൽ തന്നെയാണ്. സോ ഷിയർ സ്ട്രെസ് എന്താ? സോളിഡ് ഷാഫ്റ്റിലും ഹോളോ ഷാഫ്റ്റിലും സെയിം ആണ്. സോ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഷിയർ സ്ട്രെസ് ഇൻ സോളിഡ് ഷാഫ്റ്റ് ഷുഡ് ബി ഈക്വൽ ടു ഷിയർ സ്ട്രെസ് ഇൻ ഹോളോ ഷാഫ്റ്റ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ടോർക്ക് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ഹോളോ സോളിഡ് ഷാഫ്റ്റ് ഇൻറ്റു ഔട്ടർ റേഡിയസ് അല്ലെ ഓഫ് റേഡിയസ് ഓഫ് സോളിഡ് ഷാഫ്റ്റ് ഡിവൈഡഡ് ബൈ എന്താണ്? പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സോളിഡ് ഷാഫ്റ്റ് ഷുഡ് ബി ഈക്വൽ ടു ടോർക്ക് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ഹോളോ ഷാഫ്റ്റ് ഇൻറ്റു R of hollow shaft, radius of hollow shaft into polar moment of inertia of hollow shaft. അപ്പോൾ നമുക്ക് പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഹോളോ ഷാഫ്റ്റ് എന്ന് പറയുന്നത് പൈ ഇൻറ്റു DO raised to 4 minus DI raised to 4 by 32, where DO and DI are the outside and inside diameter, and polar moment of inertia of solid shaft എന്ന് പറയുന്നത് പൈ DO raised to 4 by 32. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടോർക്ക് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് സോളിഡ് ഷാഫ്റ്റ് ഇൻറ്റു ആർ റേഡിയസ് ഓഫ് സോളിഡ് ഷാഫ്റ്റ് നമുക്ക് എഴുതാം ഔട്ടർ ഡയമീറ്റർ ബൈ 2 ആണ് അല്ലെ? റേഡിയസ് ഡയമീറ്റർ ബൈ 2 ഡിവൈഡ് ബൈ പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സോളിഡ് ഷാഫ്റ്റ് അതെന്താണ്? പൈ DO raised to 4 divided by 32 is equal to torque carrying capacity of hollow shaft into DO by 2 divided by polar moment of inertia എന്താണ്? പൈ ബൈ 32 into DO raised to 4 minus DI raised to. ഓക്കെ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് നമുക്ക് രണ്ടിടത്തുനിന്നും DO by 2 ക്യാൻസൽ ചെയ്യാം. പൈ ബൈ 32 നമുക്ക് രണ്ടിടത്തുനിന്നും ക്യാൻസൽ ചെയ്യാം. അപ്പൊ നമുക്ക് ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? ഒന്ന് നോക്കേ. ഇക്വേഷൻ എങ്ങനെയാണോ നോക്കേ. ടോർക്ക് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് സോളിഡ് ഷാഫ്റ്റ് ഡിവൈഡഡ് ബൈ DO raised to 4 should be equal to torque carrying capacity of hollow shaft divided by എന്താണ്? DO raised to 4 minus DI raised to 4. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ഇൻസൈഡ് ഡയമീറ്റർ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ഡയമീറ്ററിന്റെ പകുതിയാണ് ഇൻ കേസ് ഓഫ് ഹോളോ ഷാഫ്റ്റ്. അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുകയാണ്. ടോർക്ക് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് സോളിഡ് ഷാഫ്റ്റ് ബൈ DO raised to 4 should be equal to torque carrying capacity of hollow shaft by DO raised to 4 into DO raised to 4 minus DI ക്ക് വരെ നമുക്ക് DO by 2 എന്ന് എഴുതാം അല്ലേ? സോ DO raised to 4 by 2 raised to 4 എത്രയാ? 60. സോ ഇവിടെ ടോർക്ക് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് സോളിഡ് ഷാഫ്റ്റ് by DO raised to 4 equal to torque carrying capacity of hollow shaft by നമുക്കിവിടെ DO raised to 4 കോമൺ എടുത്തു കഴിഞ്ഞാൽ 1 minus 1 by 60 ക്യാൻസൽ ചെയ്ത് കളയാം. സോ നമുക്ക് ആൻസർ എന്ത് കിട്ടും? എന്താണ് നമുക്ക് കിട്ടുന്നത് നോക്കേ. എന്താണ് നമ്മുടെ ആൻസർ വരുന്നത്? യെസ്, എന്താണ്? ടോർക്ക് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് സോളിഡ് ഷാഫ്റ്റ് ഇസ് ഈക്വൽ ടു ടോർക്ക് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ഹോളോ ഷാഫ്റ്റ് ബൈ 1 minus 1 by 16 എത്രയാ? 16 minus 1 15 by 16 15 by 16. സോ നമുക്ക് വേണ്ടത് ടോർക്ക് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ഹോളോ ഷാഫ്റ്റ് ബൈ ടോർക്ക് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് സോളിഡ് ഷാഫ്റ്റ് ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 15 by 16 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. കണ്ടോ, വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇക്വേഷൻസ് കറക്റ്റ് ആയിട്ട് അറിയണം. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. കാൽക്കുലേഷൻ ഉള്ളതാണ്. കെയർ ചെയ്യും. ഓക്കെ, അപ്പൊ ഷാഫ്റ്റിന്റെ ഡിസൈനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഇനിയും എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കേ. The tearing efficiency of a riveted joint. Riveted joint മായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് അവിടെ വന്നത്. നമുക്ക് ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സിലെ ഡിസൈൻ ഓഫ് റിവറ്റഡ് ജോയിന്റ്, വെൽഡഡ് ജോയിന്റ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതിൽ നിന്ന് റിവറ്റഡ് ജോയിന്റിന്റെ സ്ട്രെങ്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ മിക്കപ്പോഴും PSC എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ അവിടെ റിവറ്റഡ് ജോയിന്റ് സ്ട്രെങ്ത് പഠിക്കുന്ന സമയത്ത് ടിയറിംഗ് സ്ട്രെങ്ത് പഠിക്കാറുണ്ട്, ക്രഷിംഗ് സ്ട്രെങ്ത് പഠിക്കാറുണ്ട്, ഷിയറിംഗ് സ്ട്രെങ്ത് പഠിക്കാറുണ്ട്. ഒക്കെ അവിടെയൊക്കെ ഇക്വേഷൻസുകളാണുള്ളത്. നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ടിയറിംഗ് എഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചോദ്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ടിയറിംഗ് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. അവിടെ കിട്ടുന്ന ഫൈനൽ ഇക്വേഷൻ ആണ് നമ്മൾ PSC എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിച്ചിരിക്കേണ്ടത്. ആ ഫൈനൽ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ വിതിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് ഇതിന്റെ ആൻസറിലേക്ക് വരാൻ സാധിക്കും. ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. നമുക്ക് നോക്കാം. ടിയറിംഗ് എഫിഷ്യൻസി എന്താണ് ഇക്വേഷൻ? ടിയറിംഗ് എഫിഷ്യൻസി ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ സ്ട്രെങ്ത് ഓഫ് ടിയറിംഗ് സ്ട്രെങ്ത് ഓഫ് എന്താണ്?
tearing strength of riveted joint in tearing strength of riveted joint divided by strength of unriveted joint. അല്ലേ? Tearing strength of riveted joint divided by strength of unriveted joint. Tearing strength of riveted joint equation എന്താണ്? സിഗ്മ ടി ഇൻറ്റു പി മൈനസ് ഡി ഇൻറ്റു ടി. ഇതാണ് ടിയറിംഗ് സ്ട്രെങ്ത് ഇക്വേഷൻ അല്ലെ? സ്ട്രെസ് ഇൻറ്റു ഏരിയ ചെയ്താൽ മതി. ടെൻസൈൽ സ്ട്രെങ്ത് പി എന്ന് പറയുന്ന പിച്ചാണ്, ടെൻസൈൽ സ്ട്രെസ് പി എന്ന് പറയുന്ന പിച്ചാണ്, ഡി എന്താണ്? ഡയമീറ്റർ ഓഫ് റിവറ്റ് ഹോൾ ആണ്, ദെൻ ടി ഇസ് ദ തിക്നെസ്. സ്ട്രെങ്ത് ഓഫ് അൺറിവറ്റഡ് ജോയിന്റ് എന്താണ്? സിഗ്മ ടി ഇൻറ്റു പി ഇൻറ്റു ടി. ഓക്കെ, അപ്പൊ ഇവിടെ എന്തൊക്കെയാ കട്ടായി പോകുന്നത്? എന്താ കട്ടായി പോകും? സിഗ്മ ടി കട്ടായി, ടി കട്ടായി. നമുക്ക് ടിയറിംഗ് എഫിഷ്യൻസിയുടെ എക്സ്പ്രഷൻ എന്താ കിട്ടുന്നത്? പി മൈനസ് ഡി ബൈ പി. ഇതിനെ ഞാൻ എന്താ ഈ രീതിയിൽ ഒന്ന് എഴുതുന്നു. ടിയറിംഗ് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1 മൈനസ് ഡി ബൈ പി. ഈ ഒരു ഇക്വേഷൻ നിങ്ങളങ്ങ് പഠിച്ചു വെച്ചോളൂ. ഇനിയും നിങ്ങൾക്ക് എക്സാമുകൾക്ക് ഈ ഇക്വേഷൻ യൂസ്ഫുൾ ആയിരിക്കും. എന്താ ടിയറിംഗ് എഫിഷ്യൻസി ഇക്വേഷൻ? 1 മൈനസ് ഡി ബൈ പി, വേർ ഡി ഇസ് ദ റിവറ്റ് ഹോൾ ഡയമീറ്റർ ആൻഡ് പി ഇസ് ദ പിച്ച് ഓഫ് ദ റിവറ്റ്സ്. അപ്പോൾ ഈ ഇക്വേഷനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഒന്നുകിൽ ടിയറിംഗ് എഫിഷ്യൻസി തന്നിട്ട് ഡി ബൈ പി റേഷ്യോ എന്താണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഡി ബൈ പി റേഷ്യോ ഗിവൺ ഡേറ്റയായി തന്നിട്ട് ടിയറിംഗ് എഫിഷ്യൻസി എന്താണെന്ന് ചോദിക്കും. എങ്ങനെ ചോദിച്ചാലും ഈ ഒരൊറ്റ ഇക്വേഷന്റെ സഹായത്തോടെ നമുക്ക് ആൻസറിലേക്ക് വരാം. ഇവിടെ ചോദ്യം എന്താ? ടിയറിംഗ് എഫിഷ്യൻസി തന്നു. എത്രയാ ടിയറിംഗ് എഫിഷ്യൻസി? 80%, അതായത് 0.8. ചോദ്യം ഡി ബൈ പി എത്രയാണ്? ഇക്വേഷൻ നോക്കെ. ടിയറിംഗ് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1 മൈനസ് ഡി ബൈ പി. സോ 0.8 ഈസ് ഈക്വൽ ടു 1 മൈനസ് ഡി ബൈ പി. സോ ഡി ബൈ പി എത്ര കിട്ടും നമുക്ക്? 1 മൈനസ് 0.8 എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 0.2. ഓപ്ഷൻ ബി ആണ് അവിടെ എന്ത്? റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി. ക്ലിയർ ആയോ? ഓക്കെ ആണോ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഇതേ ചോദ്യം തന്നെ അവർക്ക് വേണമെങ്കിൽ ഡി ബൈ പിയുടെ വാല്യൂ തരാം. ഡി ബൈ പി 0.4. ടിയറിംഗ് എഫിഷ്യൻസി എത്രയാണെന്ന് ചോദിക്കാം. അങ്ങനെയും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഡയമീറ്റർ ഓഫ് റിവറ്റ് ഹോളിന്റെയും പിച്ചിന്റെയും റേഷ്യോ ഡി ബൈ പി 0.4 ആണ്. ടിയറിംഗ് എഫിഷ്യൻസി എത്രയാണ്? എന്താ? ഡി ബൈ പി 0.4 ആണെങ്കിൽ 1 മൈനസ് 0.4 എത്ര കിട്ടും? 0.6. 60% ആണ് എന്ത്? ടിയറിംഗ് എഫിഷ്യൻസി. അങ്ങനെയും ചോദ്യം വരാം. ഓക്കെ, ഇനി ഡി ബൈ പിക്ക് വരെ അവർക്ക് പി ബൈ ഡി തരാം. പിച്ചും റിവറ്റിന്റെ ഡയമീറ്ററും നമ്മൾ റേഷ്യോ. അപ്പോൾ പി ബൈ ഡി ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അതിന്റെ റെസിപ്രോക്കൽ എടുക്കുക, എങ്കിലേ ഡി ബൈ പി ആവുള്ളൂ. അങ്ങനെയും ക്വസ്റ്റ്യൻസ് ടെസ്റ്റ് ചെയ്ത് വരാം. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ടിയറിംഗ് എഫിഷ്യൻസിയുടെ ഫൈനൽ എക്സ്പ്രഷൻ ബൈ ഹാർട്ട് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ആ ഒരു എക്സ്പ്രഷന്റെ സഹായത്തോടെ നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് വരാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ 2023 അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സിലെ ഒരു 4 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തുള്ള കുറച്ച് കൺസെപ്റ്റ്സുകളും ഞാൻ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ കൺസെപ്റ്റ്സുകളും അതിന്റെ സൊല്യൂഷൻസും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി വരാൻ പോകുന്ന AE ലെവൽ എക്സാമുകൾക്കുള്ള ബിടെക് ലെവൽ എക്സാമുകൾക്കുള്ള ഒരു ബാച്ച്, റോയൽ ബാച്ച് നമുക്ക് വിന്നേഴ്സ് ആൻഡ് ടെക് ക്ലാസ്സസിൽ ഓൾറെഡി ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും അതിനോടൊപ്പം ചേർന്ന് പഠിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്കൊക്കെ വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷന് സഹായിക്കുന്ന നമ്മുടെ ഈ ഒരു PYQ സീരീസ് അല്ലെ, കഴിഞ്ഞ എക്സാമുകൾക്കൊക്കെ ചോദിച്ച ചോദ്യങ്ങളും അതിന്റെ സൊല്യൂഷൻസുമായി നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ PYQ സീരീസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ പ്രിപ്പറേഷൻ അതൊരു ബൂസ്റ്റപ്പ് ആണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ വീണ്ടും ചാനൽ ഫോളോ ചെയ്യുക. ഇനിയും ഇതേപോലെയുള്ള വീഡിയോ സീരീസുമായി നമ്മൾ വീണ്ടും കാണും. Until then, thank you all and take care.